കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ആര്യനും മിത്രയെ സംസാരിക്കുമായിരുന്നു. കാരണം ആദ്യരാത്രിയാണ്. ആദ്യരാത്രി രണ്ടുപേരും ഒരുമിച്ച് നല്ല സന്തോഷത്തോടെ കഴിയാൻ പറഞ്ഞിട്ടാണ് മീനാക്ഷിയും ഗോമതിയും മുറിവിട്ട് ഇറങ്ങി പോകുന്നത്. പക്ഷേങ്കില് സന്തോഷകരമായ ഒരു ജീവിതം തങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവില്ലെന്ന് മിത്രയും ആര്യനെ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. കാരണം ആര്യം പറഞ്ഞു, നിനക്ക് കിടക്കണമെങ്കിൽ നീ ഇവിടെ കിടന്നു, ഞാൻ വേണമെങ്കിൽ തറയിൽ കിടന്നോളാം എന്ന് പറയണേ. ഇത് കേട്ട മിത്ര പറഞ്ഞു, വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആര്യൻ എവിടെ കിടന്നാലാണ് ഉറക്കം വരുന്നെങ്കിൽ ആര്യൻ അവിടെ കിടന്നോളാം പറയാം. പെട്ടെന്ന് ആര്യം പറഞ്ഞു, എനിക്ക് ഈ മുറി കിടന്നാലേ ഉറക്കം വരത്തില്ലെന്ന് പറയാം. എനിക്ക് മനസ്സിലായി, പുറത്ത് പോണായിരിക്കില്ലേ? ആയിക്കോ, പുറത്ത് പോയിക്കോ, എവിടെ വേണേലും പോയി കിടന്നു, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. ആര്യം പറഞ്ഞു, എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. ഞാൻ ഈ രാത്രി പുറത്തു പോയാലെന്ന് അറിയാവുന്നോണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ, അല്ലെങ്കിൽ ഇപ്പൊ നീ ഇങ്ങനെ പറയുമെന്ന് ചോദിക്കുക. മിത്ര പറഞ്ഞു, എനിക്ക് താല്പര്യമൊന്നുമില്ല ആരും ഇവിടെ കിടക്കണമെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാനിന്നും ബെഡല്ലേ കിടക്കുന്നത്, ഞാൻ ഇവിടെ കിടന്നോളാം. മിത്ര പറഞ്ഞു, ഞാൻ താഴെ കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബെഡ്ഷീറ്റും തലവെടുത്ത് നിലത്തേക്ക് പോയി കിടക്കണം. പക്ഷെ ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെന്തോ ഒരു വിഷമം. തറയിലാണല്ലോ കിടക്കണത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എത്ര ശത്രുവാന്ന് പറഞ്ഞാലും അവളുടെ കിടപ്പ് കണ്ടപ്പം സങ്കടം വന്നു. അവസാനം ആരും പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ തറയിൽ കിടന്നോളാം, നീ ഇവിടെ കയറി കിടന്നോളാം പറയണം. വേണ്ട, ഞാൻ ഈ തറയിൽ കിടന്നോളാം, എനിക്ക് തറയാണേലും മതി, ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറയാം. ഈ സമയം മുറിയിലേക്ക് ചെന്ന ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ. ഇതുവരെയായിട്ടും ബാലേട്ടൻ വന്നിട്ടില്ല. പിന്നീട് ആനന്ദിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിപ്പോ ആനന്ദ് പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, അമ്മ കിടന്നു, ഞാൻ അച്ഛനും കൂട്ടി വന്നേക്കാന്ന് പറയണം. മോനെ, അച്ഛൻ്റെ ഒന്ന് ഫോൺ കൊടുക്കാമെന്ന് ചോദിക്കും. വേണ്ടമ്മേ, ഇപ്പൊ അമ്മ അച്ഛനോട് സംസാരിക്കണ്ട, കുറച്ച് കഴിയുമ്പം ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. മീനാക്ഷി വെച്ചു, എന്ത് പറഞ്ഞമ്മേന്ന് ചോദിക്കുക. ബാലേട്ടൻ കുറച്ച് കഴിയുമ്പോൾ വന്നോളാന്ന്, ഇപ്പോഴെന്താളും വരുന്നില്ലാന്ന്. പിന്നെ ആനന്ദ് കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ല സമാധാനമുണ്ട്. മോളെ, എന്താണെങ്കിലും ബാലേട്ടൻ എത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. ഞാൻ എത്ര വലിയ ചതിയാന്നറിയോ ബാലേട്ടനോട് ചെയ്തേ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേട്ടൻ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഞാൻ അത്ര വലിയ ചതിയല്ലേ ചെയ്തേന്ന് ചോദിക്കാം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും അമ്മ വേവലാതിപ്പെടണ്ട. എന്താണെന്നറിയാവോ, നടക്കാനുള്ളോ നടന്നു. ഇനിയിപ്പോ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞുപോയ കാര്യം അതിനിപ്പോ അമ്മ അങ്ങനെ അല്ലെന്ന് പറഞ്ഞാലും അതിന് സത്യം അത് തന്നെയാണ്. ഇനി അമ്മയ്ക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. ഇനി ഏക വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഈ കൂടെ ഇല്ലായിരുന്നു, അതിന്റെ സപ്പോർട്ടിനായിട്ട് ആരും കൂടെ ഇല്ലായിരുന്നു. അങ്ങനെ ഒന്ന് വരുത്തി തീർത്താൽ മാത്രം മതി, അല്ലാതെ വേറൊരു ഓപ്ഷനും ഞാൻ കാണുന്നില്ല എന്ന് പറയാം. എന്നാ ശരി, അമ്മ കിടക്കാനും പറഞ്ഞുകൊണ്ട് നേരെ മീനാക്ഷി മുറിയിലേക്ക് വരുവാണ്. ഈ സമയം ആകാശ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷി ചോദിച്ചു, എന്താ ഉറങ്ങണില്ലേ, എന്താ ആലോചിച്ചിരിക്കണേന്ന് ചോദിക്കും. അല്ല, ഞാൻ അവനെക്കുറിച്ച് ആലോചിക്കുന്നേ, ആ ആരിനെ കുറിച്ച്. അതെന്താ? അല്ല, അവന് എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ മിത്രേനെ കല്യാണം കഴിച്ചെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. അത് കൊള്ളാലോ, കല്യാണം കഴിഞ്ഞ് അവരുടെ ആദ്യരാത്രിയെ എന്നിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് നിൽക്കും. ഇല്ല, എനിക്കെന്തോ എവിടേക്ക് എന്തൊക്കെ ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെന്ന് പറയാം. ഇപ്പൊ തക്കാലത്തേനും മിസ്റ്റേക്ക് ഒന്നും ഇല്ല. പറഞ്ഞു കേട്ടല്ലോ, വല്ലയിടത്തും കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം. എന്നാലും മീനു ഒന്നുമില്ല. മീനാക്ഷി പറഞ്ഞു, ദേ ആകാശാണ് വെറുതെ മനസ്സിൽ ഓരോ സംശയങ്ങളൊക്കെ തോന്നുക. അവിടെ തമ്മിൽ സ്നേഹിച്ചു കിട്ടി, അതിനിപ്പോ എന്താ കുഴപ്പം? ലോകത്ത് നടക്കുന്ന കാര്യമില്ലേ നടന്നുള്ളൂ. പിന്നെ എന്താ ആകാശാണ് എത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം? എന്താ, നമ്മൾ രണ്ട് സ്നേഹിച്ചു കിട്ടിയതല്ലേ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കും. എന്താ അങ്ങനെയല്ല മീനു. എങ്ങനെയല്ലാന്ന്? ഇതുവരെ അവര് നേരിട്ടൊന്നും സംസാരിച്ചു പോലും കണ്ടിട്ടില്ല. നേർക്ക് നേരെ നോക്കി അടിയാ. അങ്ങനെയുള്ള അവർ രണ്ടുപേരും ഒന്നിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കണമെന്ന് ചോദിക്കാം. പിന്നെ എല്ലാരും കാണിച്ചോണ്ടല്ലേ അവര് മിണ്ടുന്നേ. ഒന്നാമത്തെ കാര്യം, ഈ ശത്രുത രണ്ടു വീട്ടുകാർക്ക് അറിയാവുന്ന. അപ്പൊ എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് അവര് സംസാരിക്കുവോ? ഒരിക്കലും ഇല്ല. അവർക്ക് അവരുടേതായ ഒരു കോഡ് ഭാഷയുണ്ടെന്നല്ലേ ആര്യം പറഞ്ഞേ. അപ്പൊ അങ്ങനെയായിരിക്കും അവർ സംസാരിക്കുന്നത്. പിന്നെ ഫോണിൽ കൂടെ ചാറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ആകാശാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ എന്റെ കാര്യമാണെന്ന് ചോദിക്കും. എന്നാലും ആരും ഞങ്ങളോടൊപ്പം അല്ലേ കിടന്നേ, ഇന്ന് വരെ അങ്ങനെ അവൻ്റെ ഫോൺ കോൾ വന്നായിട്ടൊന്നും എനിക്ക് അറിവില്ല എന്ന് പറയാം. പിന്നെ എല്ലാവരുടെയും കാണുകയല്ലെന്ന് വെച്ചാൽ മെസ്സേജ് അയക്കുന്നേ. ആകാശാണ് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നേ എല്ലാവരുടെയും കാണുകയാണെന്ന് ചോദിക്കും. അല്ല, പിന്നെന്താ കുഴപ്പം? അതെ, കിടന്നുറങ്ങാൻ പറയാണ്. അങ്ങനെ കിടന്നുറങ്ങുക. ഈ സമയം ബാലനോട് ആനന്ദ് പറഞ്ഞു, ബാച്ച നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയാം. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, ഇല്ലട മോനെ, എനിക്ക് രാത്രി അങ്ങോട്ട് വന്നാലും കിടന്നുറങ്ങാൻ പോലും പറ്റില്ല എന്ന് പറയാം. പിന്നെ അച്ഛൻ ഇവിടെ ഇരിക്കാനാണോ? അതെ, ഞാനിവിടെ ഇരുന്നോളാം, നീ പൊക്കോളാൻ പറയാം. പിന്നെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്ക് എടുത്തിട്ട് ഞാൻ പോകാനോ? നല്ല കഥയായിപ്പോയി. എന്തായാലും ഞാൻ പോകുന്നില്ല, ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇവിടെ ഇരുന്നോളാന്ന് പറയാം. കുഴപ്പമില്ലട മോനെ, നീ പൊക്കോ, എനിക്കിതൊക്കെ ഒരു ശീലമാണ്. മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ലോഡൊക്കെ ഇറക്കുന്ന സമയത്ത് ഒത്തിരി വൈകിട്ടുണ്ടെങ്കിൽ ഞാൻ പോവാറില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും.
അതുകൊണ്ട് എനിക്കൊക്കെ ഇത് ശീലമാണ് ഇങ്ങനെ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ ശീലമില്ലോ എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, അച്ഛൻ സമാധാനത്തോടെ ഇരിക്കുക. എന്താണ് ആര്യം ചെയ്ത് അത്ര വലിയ കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേങ്കില് മിത്രേനല്ലേ, വേറെ പെൺകുട്ടീനെയൊന്നല്ലോ, മിത്രേനെ നമുക്ക് അറിയാവുന്നല്ലേ അച്ഛാ. അതുകൊണ്ട് പിന്നെ അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, എന്നാലും അതല്ലോടെ മോനെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൃഷ്ണമംഗലം ദേവമംഗലം തമ്മിൽ ഒന്നിക്കാനാണ് തുടങ്ങുമായിരുന്നു. ആ സമയത്തല്ലേ ഇങ്ങനൊരു പ്രശ്നം. ഒരു പക്ഷേങ്കിൽ ആരിന്റെ ഈ പ്രശ്നം ഉണ്ടായില്ലായിരുന്നെങ്കിൽ രണ്ട് കുടുംബക്കാരും തമ്മിൽ ഈ ഓണത്തിന് ഒന്നായി ചേരേണ്ടതായിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നു. ഒരു നിമിഷം കൊണ്ടെല്ലാം കെട്ടടങ്ങില്ലെന്ന് ചോദിക്കാം. ഇനി പോട്ടെ അച്ഛാ, ദൈവമായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അച്ഛൻ സമാധാനത്തോടെ ഇരിക്കാൻ പറയണം. പിന്നീട് ബാലൻ അവിടെ ചാരി ഇരിക്കുകയാണ്. ചാരി ഇരുന്ന് ഉറങ്ങുവാണ്. ആനന്ദ് അവിടെ ഇരുന്നു. ആനന്ദിന് മനസ്സിലായി ഇനിയിപ്പോ ഇന്ന് രാത്രിയിലേക്ക് അച്ഛൻ വീട്ടിൽ പോകും തോന്നില്ല. അങ്ങനെ ആരിന് അങ്ങനെ ആനന്ദ് അവിടെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന കിടന്നു. പക്ഷേ എന്ത് ചെയ്തിട്ട് മീനാക്ഷിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. വല്ലാത്ത ടെൻഷനാ. ആകാശനോട് പറയാനും പറ്റത്തില്ല. ഇനിയിപ്പൊ ആരോടെ ഒന്ന് തുറന്നു പറയുന്നേ. ആകപ്പാടെ അമ്മയ്ക്കെന്ന് എനിക്ക് മാത്രം അറിയത്തുള്ളൂ. ഒരു വീർപ്പുമുട്ടല. ഈ കുടുംബത്തിലുള്ളവർ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആകാശ് ചോദിച്ചു, നീ എന്താ മീനും ഉറങ്ങാത്തെ? ഒന്നുമില്ല, എന്തോ എനിക്കങ്ങോട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറയാം. അതെന്ത് പറ്റി? തലവേന മറ്റുണ്ടോ? തലവേന ഒന്നും ഇല്ല ആകാശേട്ടാ. എന്താണെന്ന് അറിയത്തില്ല, മനസ്സിന് നല്ലൊരു സുഖമില്ല. പെട്ടെന്ന് ആകാശിച്ചു, എന്താ നിന്റെ വീട്ടുകാരെ കുറിച്ച് വല്ല ഓർത്തോന്ന് ചോദിക്കും. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണേ. എന്താ സത്യം എന്ന് തുറന്നു പറയാൻ പറ്റുമല്ലോ. ഈ സമയം അതുപോലെ തന്നെയായിരുന്നു മിത്രയുടെ അവസ്ഥ. മിത്രയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മിത്ര കിടന്നു കഴിയുമ്പോഴത്തേനും ആരും കിടന്ന് കൂർക്കം വലിക്കുന്നത്. ദൈവമേ, ഇതെന്തൊരു കൂർക്കം വലിയാ. ഇത് കേട്ടിട്ട് ഇവിടെ എങ്ങനെ മനുഷ്യന്മാർ കിടന്നുറങ്ങും? നല്ല പോത്തുപോലെയാ കിടന്നുറങ്ങുന്നത്. മനുഷ്യനാണ്ട് ഇവിടെ ഉറക്കം വരുന്നില്ല, ടെൻഷൻ കാരണം. ഇപ്പൊ അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. അവർ തന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടിരിക്കായിരിക്കും. ആ ജന്മ ശത്രുവിന്റെ വീട്ടിലേക്കല്ല താൻ വന്നേ. അവർക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരിക്കും. എന്ത് ചെയ്യാൻ എന്റെ ഗുരുവായൂരപ്പ, നീ ആയിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാട്ട്. നീയല്ലാതെ എനിക്ക് വേറെ ഒരു തുണി ആരും ഇല്ലെന്നും പറഞ്ഞ് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയ്ക്കറിയാം, അവസാന സമയത്ത് മുത്തശ്ശി കൈ കൊടുത്താണ്. ഇത് മുറുക്ക കൈ പിടിക്കുവാണെങ്കിൽ എന്ത് പേടിയുണ്ടെങ്കിലും പേടിയൊന്നും മനസ്സിൽ തോന്നത്തില്ല എന്ന്. കല്യാണത്തിന് മുമ്പ് മിത്രയ്ക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് മിത്ര എന്ത് ചെയ്യണം, ആ വിഗ്രഹം നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ഗുരുവായൂരപ്പ എന്നോടൊപ്പം ഉണ്ടായിരിക്കണേ, എന്നെ കാത്തണം. എന്റെ ജീവിതം എങ്ങോട്ടാ പോണേന്ന് പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ട് നീ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു വിധത്തില് കണ്ണൊന്നും അടച്ചു. നേരം വെളുക്കാറായപ്പോഴൊന്നും മയങ്ങുന്നേ. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ മിത്ര എഴുന്നേക്കുവാണ്. മിത്ര എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആരിന് അപ്പോഴും നല്ല പോത്ത് പോലെ കിടന്ന് ഉറങ്ങുവാണ്. കൂറക്കം വലിച്ച് കിടന്ന് ഉറങ്ങുക. മിത്ര പെട്ടെന്ന് എന്ത് ചെയ്തു, ഒന്ന് വിളിച്ചാലോ എന്ന് കരുതിയിട്ട് പോയി പതുക്കെ ഒന്ന് തൊടുവാണ്. കുളിക്ക് വിളിക്കാൻ വേണ്ടി തൊട്ടാണ്. പെട്ടെന്ന് ആരും ഞെട്ടി എഴുന്നേറ്റു. എന്താ കാര്യം ചോദിക്കണേ? അല്ല അത് പിന്നെ നീ ഇപ്പൊ എന്തിനാ എന്റെ ദേഹത്ത് തൊട്ട? എന്തിനാ ഞാൻ തൊട്ട? എന്തിനു വേണ്ടിയിട്ട്? സത്യം പറ, ഇപ്പൊ നീ എന്റെ ദേഹത്ത് തൊട്ടില്ലേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാൻ തൊട്ടതേ വിളിക്കാൻ വേണ്ടിട്ടാന്ന് പറയാം. വിളിക്കാൻ ആരെ? അല്ല നേരം വെളുത്തു, അതുകൊണ്ട് എഴുന്നേക്കാൻ പറഞ്ഞാന്ന് പറയും. അതെ, നേരം വെളുത്താൽ എനിക്കറിയാം എഴുന്നേക്കാനായിട്ട്. എന്നെ പ്രത്യേകിച്ച് കുളിക്ക് വിളിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു കേട്ടല്ലോ, നല്ലൊരു സ്വപ്നം കണ്ടിട്ട് കിടക്കുമായിരുന്നു, അവളെല്ലാം നശിപ്പിച്ചു. അതെ, ഇത്ര സമയം കിടന്നുറങ്ങിയ അച്ഛൻ വഴക്കുറയില്ലേ? പിന്നെ ഒരു അച്ഛൻ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് മിത്രയോട് ദേഷ്യപ്പെടുവാണ്. മിത്രയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മിത്ര പതുക്കെ കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ മീനാക്ഷി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷി മിത്ര എടുത്തു വന്നിട്ട്, ആഹാ എഴുന്നേറ്റോ, എന്നാ പോയി കുളി കഴിഞ്ഞിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാന്ന് പറയാണ്. മിത്ര പിന്നെ ഫ്രഷ് ആവണിട്ട് അകത്തേക്ക് കയറി പോകണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. ഈ സമയം ഗോമതിയും കൂടെ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല മോൾക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കാം. ശരിയെന്ന് പറയണ. അങ്ങനെ ചായ കൊടുത്തു. അല്ല അവന് എഴുന്നേറ്റോ? ആരിന് എഴുന്നേറ്റോ എന്ന് ചോദിക്കും. ഇല്ല, നല്ല ഉറക്കമെന്ന് പറയും. അവൻ ഇങ്ങനെയാ മോളെ, എത്ര സമയം വേണേലും കിടന്ന് ഉറങ്ങിക്കോളും. ഇപ്പൊ ബാലേട്ടനുണ്ടെങ്കിൽ ബാലേട്ടൻ്റെ ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ മതി, അവൻ പുതപ്പ് എടുത്തെറിഞ്ഞിട്ട് ഓടുന്ന ഓട്ടം കാണണം. ഇപ്പൊ ബാലേട്ടൻ ഇവിടെ ഇല്ലാത്തോണ്ടാ. ഒരു കാര്യം ചെയ്യാം, മോള് അവനെ ചായ ഇങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ് കയ്യിലേക്ക് ചായ കൊടുക്കണം. മിത്രയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവസാനം മിത്ര ചായയൊക്കെ ആയിട്ട് നേരെ ആരിന്റെ ഇടയിലേക്ക് ചെല്ലുവാണ്. ആരിനെ ചെന്ന് പതുക്കെ വിളിക്കണോ വേണ്ടേന്ന് ആലോചിച്ചു. മുമ്പേ വിളിച്ചതിന്റെ കേട് തീർന്നിട്ടില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് ആരിനെ വിളിക്കണം. എന്താന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുങ്ങ് എഴുന്നേക്കുക. ഇത് ചായ, ഇപ്പൊ എന്തിനാ എനിക്ക് ചായ കൊണ്ടുവന്നേ? അമ്മ പറഞ്ഞിട്ടോ. ഈ അമ്മയുടെ ഒരു കാര്യം, മനുഷ്യൻ നല്ലവണ്ണം ഒന്നും ഉറങ്ങാനും സമ്മതിക്കത്തില്ല. 2-3 ദിവസം ഒന്നും ഉറങ്ങിയില്ലായിരുന്നു, എന്നാ ശരിക്കും ഒന്ന് ഉറങ്ങണേന്ന് പറയാം. ഇത് കേട്ടോ മിത്ര പറഞ്ഞു, മനുഷ്യന്റെ ഉറക്കം കൂടെ കളഞ്ഞ്. അല്ല നീ ഇന്നലെ നല്ലപോലെ ഉറങ്ങിയായിരുന്നു. എങ്ങനെ ഉറങ്ങാനായിട്ട്? നിങ്ങളുടെ കൂർക്കമ്മല് കഴിഞ്ഞിട്ട് വേണ്ടേ എനിക്കൊന്ന് ഉറങ്ങാനായിട്ട്? എന്തൊരു കൂർക്കമ്മലിയായിരുന്നു. ഞാൻ ഇച്ചിരി കൂർക്കം വലിക്കുകയൊക്കെ ചെയ്യും, വേണമെങ്കിൽ മനസ്സുണ്ടേ മുറി കിടന്നാൽ മതി എന്ന് പറയാം. ഇത് കേട്ടാൽ മിത്ര പറഞ്ഞ്, കിടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഭാര്യയായി പോയില്ലേ, മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ചില്ലേ പറ്റുള്ളൂ എന്ന് പറയാം.
മിത്ര പറഞ്ഞു, രാവിലെ തന്നെ തുടങ്ങിയ നീ എന്നോട് ഉടക്കുണ്ടാക്കാന്ന് ചോദിക്കുക. അല്ല, കാര്യം പറഞ്ഞതിന്റെ മറുപടി പറഞ്ഞതേ ഞാൻ എന്ന് പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം മീനാക്ഷി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സിറ്റൗട്ടില്. മിത്രയെ കണ്ട് വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല ഏട്ടത്തിന്ന് പറയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ പഠിക്കരുത് കേട്ടോ. എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറയാം. ശരി ഏട്ടത്തിന്ന് പറയാം. ഈ സമയത്ത് കൃഷ്ണമംഗലത്തു നിന്ന് നന്ദിത് ജനലിൽ നോക്കുവാണിങ്ങനെ തന്റെ മോളെവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കി കഴിയുമ്പോഴാണ് അവിടെ സിറ്റ് ഔട്ടില് മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിച്ചു വയ്ക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ടതും നന്ദിതയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. തന്റെ മോളെ ഒന്നും കാണാൻ പറ്റിയില്ലോ. പെട്ടെന്നാണ് നന്ദിത എന്നൊരു വിളിയാട്ടെ. ഞെട്ടിത്തെരിഞ്ഞ് നോക്കുമ്പോൾ അനന്തനാണ് നിൽക്കുന്നത്. നീ എന്താടി ഇവ കാണിക്കുന്നത്? ഒന്നുമില്ല, സത്യം പറ, നീ അവളെ നോക്കുമല്ലാന്ന് ചോദിക്കും. അല്ല, അത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ബന്ധമൊക്കെ നമ്മളെ അറുത്ത് മുറിച്ച് കളഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു മോളുമില്ല. പറഞ്ഞു കേട്ടല്ലോ, മേലെ ഈ ജെല്ല് തുറന്ന് അങ്ങോട്ട് നോക്കിയേക്കില്ല, അവിടെ പല വിശേഷങ്ങൾ നടക്കും. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാം. ഇതിപ്പുറം എന്ന് മിത്ര കേട്ടു. മിത്രയ്ക്ക് ഭയങ്കര സങ്കടമായി. താൻ കാരണമാണ് അമ്മ ചീത്ത കേട്ടിരിക്കുന്നത്. അമ്മയ്ക്ക് തന്നെ കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഭൂകമ്പമായിരിക്കും നടക്കാൻ പോകുന്നത്. മിക്കവാറും തന്റെ താലിയും കൂടെ വലിച്ചു പൊട്ടിച്ച് കളയും. അത് വേണ്ട. എന്നാൽ വാശിയുണ്ടെങ്കിൽ തനിക്കും വാശിയുണ്ട്. ആ ഒരു ചിന്തയായിരുന്നു മിത്രയുടെ മനസ്സിലുള്ളിൽ. പിന്നീട് മിത്ര അങ്ങോട്ട് കയറി പോയി കഴിയുമ്പോൾ മീനാക്ഷി വന്നിട്ട്, സാരില്ല, അതൊക്കെ പോട്ടെ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കി. ഇത്രയും കാലമായിട്ടും ഒന്നുപോലും ഒന്ന് കാണാൻ പോലും കയറി വന്നിട്ടില്ല. മിത്രയ്ക്ക് ഇവിടെ നിന്ന് കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ, എനിക്ക് അതും കൂടെ പറ്റുന്നില്ല. മിത്ര വാ, നമുക്ക് ഫുഡൊക്കെ കഴിക്കണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട്. മിത്രയുടെ കൈ പിടിച്ചിട്ട് മീനാക്ഷി അങ്ങോട്ട് കയറി പോവാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന അനന്തൻ നേരെ ചെന്ന് നന്ദിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ, നമുക്കിനി അങ്ങോട്ട് മോളില്ല, ഉറപ്പിച്ചോ. അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വീടിനകത്ത് പോലും കാല് കുത്തിച്ചേക്കല് കേട്ടല്ലോ, അവളുടെ മുട്ടുകാല് തല്ലി പിടിക്കുമെന്ന് പറയാം. ഇത് കേട്ടെന്ന് നന്ദിത പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത് അനന്തേട്ടാന്ന് പറയണം. പറയാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അവളെ താല്പര്യമായിട്ട് സ്വീകരിക്കണമെന്ന് ചോദിക്കും, അവളെ അവനെയും കൂടെ. അതിനെ ഈ അനന്തനെ കേട്ടത്തില്ല. പറഞ്ഞു കേട്ടല്ലോ, എനിക്ക് ഇച്ചിരി തറവാടുത്തം കാര്യങ്ങളൊക്കെ ഉള്ളാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് നന്ദിത നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.